ഭാരതാംബയുടെ മക്കളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ്റെ വീട്ടിൽ കയറി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ രീതിയിലുള്ള അറ്റാക്കാണ്. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മോക്ട്രിലിനെ പ്രതീക്ഷിച്ച് മോക്ട്രിലൊക്കെ കഴിഞ്ഞ് വലിയ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചിരുന്ന പാകിസ്ഥാൻ മോക്ട്രിലിന് മുൻപ് മണിക്കൂർ മുമ്പിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ മസൂദ് അസറിൻ്റെ കുടുംബത്തെ തീർത്തു എന്നുള്ളതാണ്. കാരണം മസൂദ് അസർ ഇത്രയും വലിയൊരു അറ്റാക്ക് അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ പഹൽഗാമിലെ 26ഓളം വരുന്ന ഇന്ത്യയുടെ മക്കളുടെ നെറ്റിയിൽ ചൂണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ നരേന്ദ്രമോദിയോട് പോയി പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നരേന്ദ്രമോദിയോട് പോയി പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്ത്യ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14ഓളം ദിവസം ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കണം, ഇത് ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 14 ദിവസം സമയം കൊടുത്തു. അവരതിനെ അത് ചെവിക്കൊണ്ടില്ല എന്നാൽ മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, പിന്നെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിന് അവർ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് അണുവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയാണ് അവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പം ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ളത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ഇന്ത്യയിൽ പാകിസ്ഥാൻ മാത്രമാണ് ഈ ടെററിസം വളർത്തുന്നത്. ടെററിസത്തെ വളർത്തുന്ന ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏക രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. വേറെ രാജ്യങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ജനാധിപത്യം സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അവിടെ ആർമിയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ രാജ്യം ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്ത് ഒരു ടെററിസം വളരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ സർക്കാരിനെ സമ്മതിച്ചു കൊടുക്കും, നമ്മുടെ ആർമിയെ സമ്മതിച്ചു കൊടുക്കും, ഇല്ലാതാക്കി. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ രാജ്യം തന്നെ ഒരു ടെററിസത്തെ ഡെവലപ്പ് ചെയ്യുകയാണ്. അവിടുത്തെ ടെററിസ്റ്റ് നേതാക്കന്മാരെ ഡെവലപ്പ് ചെയ്യണം. ഈ മസൂദ് അസർ എന്ന് പറയുന്ന ആൾ എത്രയോ വർഷങ്ങളായി അവിടെ ടെററിസം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര നാളെ ഇന്ത്യക്കെതിരെ അറ്റാക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇതുവരെ ഈ രീതിയിൽ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ടോ? ബലാക്കോട്ടിൻ്റെ കാര്യത്തിനകത്ത് വലിയ തിരിച്ചടി നൽകിയെങ്കിൽ കൂടെ നമ്മളൊരു യുദ്ധ സമാനത്തിലേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് പോകുന്നത്? കാരണം യുദ്ധം എന്ന് പറയുന്നത് വലിയ രീതിയിൽ രണ്ട് രാജ്യങ്ങളെയും ബാധിക്കും, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ, സിവിലിയൻസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. പാകിസ്ഥാൻ ചെയ്യാൻ കഴിയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ചെയ്തു തന്നെയാണ്. അവരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് അതിർത്തിയിൽ വന്നിട്ട് ഷെല്ലാക്രമണം നടത്തുക എന്നുള്ളതാണ്. മാക്സിമം അവർ ചെയ്തതാണ്. അതാണ് അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവരതിനേക്കാൾ മേലെ ഒന്നും ചെയ്യുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാനെ കാണുന്നില്ല. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിലും നമ്മുടെ പാലസ്തീനാണെങ്കിലും GCC കൺട്രീസിലാണെങ്കിലും ഇന്ത്യക്ക് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഈ പാകിസ്ഥാൻ നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങളാണുള്ളത്. അമേരിക്ക വരെ വന്നിട്ട് ഉസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലിട്ടല്ലേ കൊന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവരടക്കം ഈ പറഞ്ഞ ടെററിസം വളർത്തുന്നു എന്ന് കണ്ടുപിടിച്ചതും തീരുമാനിക്കുന്നതും എന്താണ്? പാകിസ്ഥാൻ. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് അറിയാം എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നതും ഏത് ശൈലിയിലാണ് പാകിസ്ഥാനെ ടെററിസം വളർത്തുന്നു എന്നുള്ളതാണ്. അവിടെ അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഭീകരവാദികളാക്കി അയൽ രാജ്യത്തേക്ക് കയറ്റിവിടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് വേറൊരു രാജ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. നമ്മൾ സാധാരണ മിലിറ്ററിയിലൊക്കെ ആളെ എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. മിലിറ്ററിയിൽ ആളെ എടുക്കുന്നതിനാണ് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ്? ടെററിസത്തിന് വേണ്ടിയിട്ട് കുട്ടിക്കാലം മുതലേ റിക്രൂട്ട് ചെയ്ത് അവരെ പഠിപ്പിച്ച് രാജ്യത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ശൈലി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട്, ആർമിയുടെ പ്രൊട്ടക്ഷനോട് കൂടി ടെററിസത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കൂളായി ഇതുപോലെ ഓപ്പറേഷനുകളെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് നമ്മൾ അന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതൊരു ആദ്യത്തെ അറ്റാക്കാണ്. അതൊരു പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കണ്ടു. ഇതങ്ങനെയല്ല. ഇത് എന്ന് പറയുന്നത് രണ്ടാമതും അതേ ശൈലി. നമ്മൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയി എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നതെന്ന് രാജ്യം വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വലത്തേക്ക് പോയി അടിക്കുകയാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ള അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ സൈന്യത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മെസ്സേജാണ് ലോകരാജ്യങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ കൊടുക്കുന്നത്? ഈ സിന്ദൂർ എന്നൊരു പേരിടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഓരോ കാര്യങ്ങൾ എന്ത് പേരിടണം, ഏത് രീതിയിലാണ് എന്നുള്ളത് വരെ കറക്റ്റായി. എന്തിനാണ് ഇന്ത്യയിലെ ഈ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരുടെ സിന്ദൂരം മായിച്ചവർക്കുള്ള മറുപടി ഇതാണ് എന്നുള്ളതിന് വേണ്ടി സിന്ദൂർ എന്ന് പറയുന്ന വൃത്തിയായ ഒരു പേരിട്ടു. അതെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല, അതിന് ആർമി ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് 2 വനിതാ
പിന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എത്ര വൃത്തിയായിട്ടാണ് അവനത് കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു സിവിലിയനെയും അറ്റാക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾ അവിടെ ഒരു സിവിലിയനെയും ഞങ്ങൾ കൊന്നിട്ടില്ല, ഞങ്ങൾ ഭീകരവാദികളെയാണ് കൊന്നതെന്നാണ് ഇന്ത്യ പറയുന്നത്. അപ്പം ശക്തമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുന്ന് എവിടെയാണോ മിസൈൽ ഇടേണ്ടത്, എവിടെയാണോ തകർക്കേണ്ടത്, ഏത് പിന്നെ അവരുടെ പിന്നെ എന്താണ് ലൊക്കേഷനാണോ തകർക്കേണ്ടത്, അത് മാത്രമാണ് തകർത്തിരിക്കുന്നത്. 10-20 അടി വ്യത്യാസത്തിൽ മാത്രം വന്ന് കറക്റ്റായിട്ട് വീണു എന്നുള്ളതാണ്. അപ്പം അവർ പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല. നമ്മൾ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചാൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ടാൽ പാകിസ്ഥാനിലല്ലേ വീടുന്നത്, അത് ഇന്ത്യയിലെ അതിർത്തിയിലല്ല ഇന്ത്യയിലല്ല വീടുന്നത്. അപ്പം വ്യോമാതിർത്തി ലംഘിക്കാതെ തന്നെ ഇന്ത്യയിൽ നിന്നും മിസൈലുകൾ പോയി ഈ പറയുന്ന ആക്രമണം നടത്തി 25 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം ശക്തമായ രീതിയിൽ തിരിച്ച് ഇതുപോലെയുള്ള അറ്റാക്കുകൾ ഇനിയൊന്നും പിന്നെ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി പിന്നെ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മസൂദ് അസർ പറഞ്ഞത് 10 പേരുടെ കൂടെ ഞാനും പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം കിടുങ്ങിപ്പോയി. കാരണം മസൂദ് അസർ പറഞ്ഞത് ആ കൂടെ ഞാനും പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാനും പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് അതിനെ ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള അവർക്ക് ഒരു കഴിവൊന്നും അവരെ കൊണ്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോണ്ടാണ് ഇതുപോലെ ട്രെയിനിങ് നടത്തി ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറി 1-2 ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് 10-25 ആൾക്കാരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇന്ത്യയുടെ മിലിറ്ററി അറ്റാക്ക് നേരിടാനുള്ള കഴിവൊന്നും പാകിസ്ഥാനില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടാണ്. എല്ലാവരും പ്രധാനമന്ത്രിയുടെയും ആർമിയുടെയും കീഴിൽ അണിനിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതോടുകൂടി തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ മക്കളുടെ സിന്ദൂരം വായിച്ചവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, Meet the editors.